നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി ഫോക്കസ് വർദ്ധിപ്പിക്കുക. അതുവഴി ഒരു 40-50% കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാൻ സാധിക്കുക എന്നുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമല്ലേ? അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. As you all know, or probably most of you all know me, I am a far the profit generator. I help SME business owners to multiply their profit so that you can stop worrying about cash flow. Today, we're talking about writing your day. അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുന്നത് ആസ് എ ബിസിനസ് ഓണർ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എനിക്കറിയാം, ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതങ്ങോട്ട് ഫോളോ ചെയ്യാൻ വലിയ മടിയുള്ള കാര്യങ്ങൾ എഴുതുക എന്നുള്ളത്, ഓരോ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് നിങ്ങളുടെ ഐഡിയാസ് നോട്ട് ചെയ്യുക, അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് പ്രയാസപ്പെടുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ 7-8 വർഷത്തെ experience with business owners. So I wanted to tell you how it is going to actually help you and why. What is the psychology behind എന്നുള്ളത്. So let me share my screen and show you what exactly happens. Right. First of all, നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അതിൻ്റെ റിയാലിറ്റിയിലേക്കുള്ള ഒരു തുടക്കമാണ്. When you write something, it begins to a reality. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മറക്കില്ല. ഓക്കെ, പക്ഷെ നമ്മൾ എഴുതുന്നില്ലെങ്കിൽ നമ്മളത് മറക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? നമ്മൾ എഴുതുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ ആയിട്ട് ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ചിന്തയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ as per research, 35 to 60,000 തോട്ട്സ്, ഇത്രയും ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു ദിവസം വരുന്നതാണ്. അപ്പൊ അത്രയേറെ ആശയങ്ങളും ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ നമ്മളതിൽ പ്രധാനപ്പെട്ടത്, നമുക്കിത് വിടാൻ പറ്റില്ല, ഇതൊരു നല്ല ഐഡിയ ആണ്, ഇത് ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആവുന്നുള്ളതാണ്. എഴുതിയിട്ടില്ലെങ്കിൽ വി മൈറ്റ് ഫോർഗെറ്റ്. ചിലപ്പോൾ നമ്മൾ ഓർക്കും, ചിലപ്പോൾ ഓർക്കണമെന്നില്ല. സെക്കൻഡ് തിങ്, ക്ലാരിറ്റിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്ലാരിറ്റി ഉണ്ടാവും. നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത്, അതും കൈകൾ ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ടിയിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെയിലിയർ സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. ഓക്കെ, എന്നിട്ട് അത് എഴുതുക. ആ എഴുതുന്ന സമയത്ത് യു ഗെറ്റ് മോർ ക്രിയേറ്റീവ്. യു വിൽ ബി മോർ ക്രിയേറ്റീവ് ആൻഡ് യു will see that problem is getting solved one by one. Okay, so the clarity is number one thing which is actually happening to you. When I do the coaching process, ഞാൻ കോച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പേന ഉണ്ടാവും, എൻ്റെ കയ്യിൽ എൻ്റെ നോട്ട് പാഡ് ഉണ്ടാവും. Okay, the same is the case to my coachee as well. I always ask him questions and I will make him write, because I know that when he writes he gets more clarity, and coaching is all about clarity. സെക്കൻഡ് തിങ്, നമ്മുടെ ഫോക്കസ് കൂടുന്നതാണ്. ഇതൊരു റോഡ് മാപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് വഴിക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് നമ്മൾ എഴുതുക എന്നുള്ളത്. 42% കൂടുതൽ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം നമ്മളൊരു കാര്യം നേടാനുള്ള സാധ്യതയെ 42% ഇൻക്രീസ് ചെയ്യുന്നതാണ് റിസർച്ചുകൾ പറയുന്നത്. അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഫോക്കസ് ഇല്ല, എനിക്ക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ദിവസത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ചിലത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചെയ്യേണ്ടത് എഴുത്ത് ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. തേർഡ് തിങ്, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് അത് നമ്മുടെ മുമ്പിലുണ്ട്. ആ ഡയറി അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഡിവൈസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മറിച്ചിട്ട് നോക്കുന്ന സമയത്ത് യു ഫീൽ യെസ്, ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് ടു ഡു, ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് ടു ഫിനിഷ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവാതെ, നമ്മളത് മറക്കാതെ, നമ്മളതിൽ കൂടുതൽ ദൃഢമായിട്ട്
ഉറച്ചു നിൽക്കാനും അതിനെ കൂടുതൽ കൃത്യതയോടെ അത് ചെയ്തു തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാലാമത്തെ കാര്യം സ്ട്രെസ് റിലീസാണ്. നമുക്കറിയാം, എസ്പെഷ്യലി പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹാർട്ട് അറ്റാക്കുകൾ വന്നിട്ടാണ് കൂടുതൽ ആളുകളും ഒരു മിഡിൽ ഏജിൽ മരിച്ചു പോകുന്ന ആളുകളുടെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അറ്റാക്കാണ്. ഈ അറ്റാക്കിനുള്ള റീസൺ എന്താണെന്ന് പഠിക്കുമ്പോൾ അത് അവർക്കുണ്ടാകുന്ന അവരുടെ ബോഡിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കൊളസ്ട്രോൾ പോലെയുള്ള ഇഷ്യൂസ് ഒന്നും അല്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇറ്റ്സ് മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ദ സ്ട്രെസ് വാട്ട് ദേ ആർ ഹാവിങ്. എസ്പെഷ്യലി ഒരു ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് ചിന്തകളും ഒരുപാട് സ്ട്രെസ്സും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെപ്പണാണ്. നിങ്ങളത് ഉപയോഗിക്കണം. നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല എങ്കിൽ യു ഹാവ് ടു യൂസ് ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു റിഡ്യൂസ് യുവർ സ്ട്രെസ്. എങ്ങനെയാണ് സ്ട്രെസ് കുറയുന്നത്? നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി വരുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങളും അതിലുള്ള സാധ്യതകളൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഒന്ന് റിലീഫ് ആവും. നിങ്ങളൊരു ആൾക്ക് ഒരു 100,000 ദിറംസ് കൊടുക്കാനുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് 100,000 ദിറംസിന്റെ ഒരു പേയ്മെന്റ് പോകാനുണ്ടെന്നിരിക്കട്ടെ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ആയിരിക്കും. പക്ഷെ ആ ചിന്ത നമ്മളൊരു പേപ്പറിലോട്ട് കൊണ്ടുവന്ന് അതിന്റെ സാധ്യതകൾ, അതിൻ്റെ ഉള്ള വഴികളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് ആ ചിന്ത നേരെ പേപ്പറിലോട്ട് നമ്മൾ ആക്കുന്ന സമയത്ത് യു വിൽ ഫീൽ ദാറ്റ് തിങ്സ് ആർ ഗെറ്റിംഗ് സിംപ്ലിഫൈഡ്. ആൻഡ് ദ നെക്സ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ, ഹയർ പ്ലാനിങ്, ഹയർ പ്രൊഡക്ടിവിറ്റി നമുക്ക് തരും. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടും അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും, തീർച്ചയായിട്ടും നമ്മൾ ആ പ്ലാനിങ് തന്നെയാണ് പ്രൊഡക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ വഴി നമ്മൾക്ക് അറിയണം. ആ വഴി നമ്മൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കുന്നൊരു കാര്യം തന്നെയാണ് എഴുത്ത് എന്ന് പറയുന്നത്. ഈ 5 റീസൺ കൊണ്ട് തന്നെ എഴുത്ത് എന്നുള്ളത് ഒരു ഓൺട്രപ്രണർ ഹാബിറ്റ് ആക്കി എടുക്കേണ്ട കാര്യമാണ്. ദ നമ്പർ 1 റീസൺ ഹി ഗെറ്റ്സ് ക്ലാരിറ്റി. ദ നമ്പർ 2 റീസൺ ഹി ഗെറ്റ്സ് ഇംപ്രൂവ്ഡ് ഫോക്കസ്. ദ നമ്പർ 3 റീസൺ ഹി ഗെറ്റ്സ് accountability in a higher manner, and also stress gonna release, and finally there are planning and productivity is gonna improve. ഇത് 5 കാരണങ്ങളല്ല, ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, റൈറ്റിംഗ് നമ്മളെ കൂടുതൽ ഡിസിപ്ലിൻ ആക്കും ലൈഫിൽ. പക്ഷേ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ആവശ്യമാണ്. എന്താണ് റൈറ്റിംഗ് എന്നുള്ളത്? നമ്മളെ കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കും. അച്ചടക്കമുള്ള, പ്ലാൻഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറ്റും. പക്ഷെ ആ എഴുത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഡിസിപ്ലിൻ വേണം. ഇത് ചെയ്യാനുള്ളൊരു തീരുമാനം, ഒരു കമ്മിറ്റ്മെന്റും ഒരു ശ്രമവും ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് വേണം. ചെയ്യാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി എഴുതുന്നവർക്ക് ഇതൊരു ശീലമാണ്. പക്ഷെ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ആക്ച്വലി ഡിമാൻഡിങ് എ ലോട്ട് ഓഫ് ഡിസിപ്ലിൻ. സോ കീപ് 5 minutes a day and start doing this. Okay, all the very best.